അശ്വമലയാളം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്തറ കളരിക്കൽ, പാലക്കാട്. ഈ ഒരു വീഡിയോ 2024 ഫെബ്രുവരി മാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഗ്രഹഗോചരവശാൽ വരുന്ന മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെയാണ് നമുക്ക് ഫലങ്ങൾ, ഗുണദോഷങ്ങൾ കടന്നു എന്ന് പരിശോധിക്കുകയാണ് വീഡിയോയിലൂടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പുതിയ വ്യക്തികളാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ അതിൽ എല്ലാ ലിങ്കുമുണ്ട്. ആവശ്യമുള്ളവർക്ക് ചാനൽ മെയിൻ പേജിൽ കയറി എല്ലാ വീഡിയോയും കാണാവുന്നതാണ്. ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന വർഷം നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരിൽ വരാൻ ആഗ്രഹിക്കുന്ന നേരിൽ വരികയോ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. നമ്മുടെ ഓൺലൈൻ കൺസൾട്ടേഷൻ എല്ലാ കാര്യങ്ങളും അല്പം സമയബന്ധിതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഉടനെ നമുക്ക് ചെയ്തു തരാൻ സാധ്യമല്ല. ഒരു മിനിമം ഒരു 4 ദിവസം 5 ദിവസമൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. വർഷ ആരംഭത്തിൽ കുറേ നമുക്ക് കൺസൾട്ടേഷനെല്ലാം വന്നതുകൊണ്ട് അല്പം വൈകലുണ്ടായി. അത് ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ക്ഷമയോടുകൂടി എല്ലാവരും കാത്തിരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട്. തീർച്ചയായിട്ടും വിശദമായിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കി വിശകലനം ചെയ്ത് അതൊരു വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു കൊടുക്കുന്നത്. അത് ലഭിച്ചവർക്കൊക്കെ ഇതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളെന്നറിയാം. പുതിയതായിട്ടുള്ള വ്യക്തികൾ ക്ഷമയോടുകൂടി നമ്മൾ ഇരിക്കണം എന്ന് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചാനലിൽ തരുന്ന എല്ലാ അംഗീകാരങ്ങൾക്കും പ്രത്യേകിച്ച് ഞാൻ നന്ദിയും കടപ്പാടുമെല്ലാം അറിയിച്ചുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും അടങ്ങുന്ന മേടം രാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പലതരത്തിലുള്ള കാര്യസാധ്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൈകൂടി വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യവും ഏർപ്പെടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതുവരെ നമുക്ക് വരാത്ത സ്ഥാനമാനങ്ങൾ, പ്രൊമോഷനൊക്കെ പ്രതീക്ഷിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ അപകടങ്ങളോ ആപത്തുകളോ കടന്നു പോകാനുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അത് അല്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാത്രാ കാര്യങ്ങളും അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു സൂചന നമുക്ക് തരുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് ഉയർച്ചയും ധനലാഭങ്ങളും ഉള്ള ഒരു മാസമായിട്ടാണ് പറയുന്നത്. ഭാഗ്യാഭിവൃദ്ധികളും അതുപോലെ തന്നെ കാര്യങ്ങൾക്ക് ചെറിയ കാലതാമസങ്ങൾ നേരിടുമെങ്കിലും നമുക്ക് അവസാനം കൊണ്ട് എല്ലാ കാര്യങ്ങളും കൈകൂടി വരാനുള്ളതായിട്ടുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു. പൊതുരംഗത്തുനിന്ന് ചില ചീത്തപ്പേരുകളുണ്ടാവും എന്നുള്ളൊരു സൂചന തരുന്നുണ്ട്. അതുകൊണ്ട് അത്തരം പ്രവർത്തികളൊന്നും നമ്മൾ മാറി നിൽക്കുന്നത് നന്നായിരിക്കും. അഭിപ്രായ ഭിന്നതകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ ഇപ്പോഴും ശ്രദ്ധ ചെലുത്തണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ കാലത്തുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും ഒക്കെ നമുക്ക് ഒഴിഞ്ഞു കിട്ടും എന്നുള്ള ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിലവർക്ക് നിലവിലുള്ള ജോലി മാറി പുതിയ മേഖലയിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളോ ദൂരദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ മാസം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളോ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. ഇഷ്ടകാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യത ഈ മാസമുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങളിൽ വിജയം, വിദേശ യോഗങ്ങൾ, അതുപോലെ തന്നെ അല്പം ചെലവുകളൊക്കെ വരാം. ബന്ധുജനങ്ങളുടെ വിയോഗം മനസ്സിന് ദുഃഖം ഉണ്ടാകും എന്ന് പറയുന്നു. ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും ചെറിയ മനക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. അതുപോലെ നേരത്തെയുള്ള എന്തെങ്കിലും കടബാധ്യതയോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തേടി അതൊക്കെ തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള സൂചന തരുന്നു. അതുപോലെ നല്ല കർമ്മരംഗത്ത് നല്ല പേര്, പൊതുരംഗത്ത് വിജയം, അതുപോലെ സ്ഥാനമാനങ്ങൾ, അർഹിക്കുന്ന നമുക്ക് അംഗീകാരങ്ങൾ, ഇതൊക്കെ നമുക്ക് ക്രമേണ എത്തിച്ചേരുന്നത് കൊണ്ട് മനസ്സിലൊരു ഉന്മേഷം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. പൊതുവേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മാസമായിട്ട് തന്നെയാണ് ഈ മാസം കടന്നു പോകുന്നത്. എങ്കിലും ജന്മവ്യാഴമൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങളായതുകൊണ്ട് നല്ലവണ്ണം നമ്മൾ മഹാവിഷ്ണു വചനം കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. നേരത്തെ നമ്മൾ ചെയ്തു വരുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളും മുടക്കരുത്. ഉപാസന കാര്യങ്ങൾക്ക് കൂടുതൽ സമയം നമ്മൾ ചിലവഴിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാസം മേടൻ രാശിക്കാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ.
കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് ഈ 2024 ഫെബ്രുവരി മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ചെറിയ രീതിയിൽ അപകടങ്ങൾ തരണം ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ യാത്രയും കാര്യങ്ങളും അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധ വേണം. സന്ധിവേദനകൾ ഉണ്ടാവാം, ചിലർക്ക് എന്തെങ്കിലും ബാക്ക് പെയിനോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വീഴ്ചകളിലൂടെ ചില സന്ധിവേദനകൾ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ നേരിടാമെങ്കിലും നമ്മൾ പ്രാർത്ഥന കൊണ്ടും മറ്റുമൊക്കെ അതൊക്കെ തരണം ചെയ്യാനെ കൊണ്ട് സാധിക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അനാവശ്യ ചെലവുകൾ നമ്മൾ ഈ മാസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതിന് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിച്ച് തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങൾ നമ്മൾ എടുക്കണം. വ്യായാമങ്ങൾ ഈ സമയത്ത് നല്ലവണ്ണം ചെയ്യണം. നല്ല പോഷകാഹാരങ്ങൾ നമ്മൾ കഴിച്ച് മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നു. അനാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തി സമയം നഷ്ടപ്പെടുത്തുന്നത് നല്ലതല്ല. ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കാനും കാര്യങ്ങളൊക്കെ നല്ല നല്ല പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യാനും അതൊക്കെ വേഗം നമ്മൾ സസൂക്ഷ്മത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേഗം നമ്മൾ കാര്യങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കൂ. അതിന് റിസൾട്ടുകൾ നന്നായിട്ട് വരൂ. അതുകൊണ്ട് നമുക്ക് സമയനഷ്ടം വരുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ചു. എല്ലാ കാര്യത്തും ഒരു ഡിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വസ്ത്രാഭരണ സിദ്ധി, സ്ഥലം, വാഹനാദി കാര്യങ്ങൾ ഇതൊക്കെ വാങ്ങിക്കേണ്ടതായിട്ട് യുഗം. മനസ്സിന് പൊതുവെ ഒരു സന്തോഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു സാമർഥ്യം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും എന്നാണ്. മറ്റുള്ളവർ അംഗീകരിക്കത്തക്ക തരത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെയധികം വിജയപ്രദമായിട്ട് കാര്യങ്ങളെ കൊണ്ടു നീക്കാൻ സാധിക്കും എന്നുള്ളതും. ദൂരദേശ യാത്രകൾ ഈ മാസം ഉണ്ടാവും എന്ന് പറയുന്നു. അർഹിക്കുന്ന സ്ഥാനമാനങ്ങളൊക്കെ നമുക്ക് ഈ മാസം വന്നു ചേരും. അതുപോലെ തന്നെ ധനസമൃദ്ധി ഈ സമയത്ത് പറയുന്നുണ്ട്. ഗൃഹം, വാഹനം മുതലായിട്ട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനോ കൊടുക്കാനോ പറ്റിയിട്ടുള്ള ഒരു മാസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെ ഈ കണ്ടകശിനിയുടെ നടക്കുന്ന ഒരു കാലഘട്ടങ്ങളൊക്കെ ആയതുകൊണ്ട് കർമ്മരംഗത്ത് ചെറിയ പരാജയങ്ങൾ നേരിടുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാവും എന്ന് പറയുന്നു. നിലവിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തി കൂടാതെ മറ്റെന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളോ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് പ്ലാൻ ചെയ്യാനുള്ള സാധ്യത കൂടി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോകണം എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അവിവേകം മൂലം പെട്ടെന്നുള്ള എടുത്തുചാട്ടം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ചിലപ്പോൾ നമുക്കത് നഷ്ടപ്പെടാനുള്ള സാധ്യത. തൊഴിൽ മേഖലയിലാണ് അത് പറയുന്നത്. നല്ല അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വാക്ക് മൂലമുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ ശ്രദ്ധ വേണം. അനാവശ്യ വർത്തമാനങ്ങൾ അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വളരെയധികം ആലോചിച്ച് കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് നന്നായിരിക്കും. ചിലവർക്ക് ചില മാനഹാനികൾ നേരിടാം. അതുപോലെ തന്നെ ഈ മതകാര്യങ്ങളിലൊക്കെ വിഘ്നങ്ങൾ ഉണ്ടാവുക, ഉപാസന കാര്യങ്ങൾ അതൊന്നും വ്യതിചലിച്ച് മാറുക, അതിന് തീരെ സമയം നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ വരിക, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊന്നും മാറിപ്പോകുന്നതായിട്ട് സ്ഥിതിവിശേഷം ഉണ്ടാവുക, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വ്യാപൃതമായിട്ട് ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തീരെ സമയം കണ്ടെത്താത്ത ചില അവസ്ഥകളുണ്ടാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ അതൊക്കെ അതുപോലെ ഉദരം സംബന്ധിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, ചിലർക്ക് തലവേദന, ഈ തലനീരിറക്കം പോലുള്ളതായിട്ട് പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത, ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ചിലർക്ക് പുതിയ ഒരു ഇഷ്ടബന്ധങ്ങളോ അല്ലെങ്കിൽ പുതിയ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല വ്യക്തിബന്ധങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത ഈ മാസം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുറച്ച് ശനിദോഷ പരിഹാരങ്ങൾ എന്തായാലും ഇടവൻ രാശിക്കാരെല്ലാവരും ചെയ്യണം. വ്യാഴമ്പഴകളൊക്കെ നടക്കുന്നത് കൊണ്ട് 12 വ്യാഴ കാലഘട്ടങ്ങളായതുകൊണ്ട് പ്രത്യേകിച്ച് മഹാവിഷ്ണുവചനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നന്നായിരിക്കും. പ്രത്യേകിച്ച് ശനിദോഷങ്ങൾ പരിഹാരങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള അനുഭവം നമുക്ക് ഉണ്ടാവുക എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മകീരത്തിൻ്റെ ആദ്യ പകുതിയും തിരുവാതിരയും പുണർന്നതിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് ഈ 2024 ഫെബ്രുവരി മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും വാഗ്വാദങ്ങളോ പ്രശ്നങ്ങളോ നിന്നോ മാറി നിൽക്കണം എന്ന് സൂചിപ്പിക്കുന്നു. തർക്കങ്ങളോ കൂട്ടങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത ഈ മാസം പറയുന്നുണ്ട്. അപ്പോൾ ആവുന്നതും വൃഥാ കലഹങ്ങളോ വാഗ്വാദങ്ങളോ ഉണ്ടാവാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അല്പം ക്ഷമാശീലം വരുത്തുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. സ്ത്രീജനങ്ങളുടെ ഒരു വെറുപ്പിന്
യോഗമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അധികാരികളും മേലധികാരികളുമായിട്ട് ഒരു രമ്യതയിൽ നമ്മൾ പോകണം. എല്ലാ കാര്യങ്ങളും കൺവിൻസ് ചെയ്യാനായി കൊണ്ട് ശ്രമിക്കുക. ദേഷ്യങ്ങളോ എടുത്തുചാട്ടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്പം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അകാരണമായിട്ടുള്ള ചില ടെൻഷൻ ഉണ്ടാവാം. ഉദരത്തിന് എന്തെങ്കിലും വ്യാധികൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ചിലവർക്ക് ദഹന വ്യവസ്ഥ തകരാറാവും, ഗ്യാസൊക്കെ ഫോം ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ ചില മോഷനൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ, സന്ധിവേദനകൾ, ഉഷ്ണം കൂടുന്ന ഒരവസ്ഥകൾ, ഉറക്കക്കുറവുകൾ, ഇതൊക്കെ വരാനുള്ള സാധ്യത അല്പം കൂടുതലാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഭക്ഷണങ്ങളും വ്യായാമങ്ങളും അതുപോലെ തന്നെ ശരീരത്തിന് തണുപ്പ് തട്ടുന്ന രീതിയിലുള്ളതായിട്ട് ഭക്ഷണക്രമങ്ങളും ഒക്കെ നമ്മളൊന്ന് ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം അല്പം കലഹം ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാത്രകളൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് വരും. കർമ്മരംഗത്ത് പേര് കാര്യങ്ങളും പ്രശസ്തിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. വിദേശങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് ഈ മാസം വളരെ നല്ല സമയമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ യാത്രാക്ലേശങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു സൂചന വരുന്നുണ്ട്. പെട്ടെന്നൊരു കാര്യങ്ങൾ തീരുമാനിച്ച് ഒരു യാത്ര പുറപ്പെടുന്ന പോലെയൊക്കെയുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. യാത്ര വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അല്പമായിട്ടുള്ള വരുമാനങ്ങൾ നമുക്ക് വലിയ ലാഭങ്ങൾ ഉണ്ടാവുന്നൊരു സാഹചര്യമല്ല. വരുമാനം ഉണ്ടാവും, എന്നാൽ തക്കതായിട്ടുള്ള ഒരു ചെലവും ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നൊരു ബഡ്ജറ്റ് നമ്മൾ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ആത്മീയപരമായിട്ടുള്ള യാത്രകൾ, തീർത്ഥാടനങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനും അത് മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ചില വ്യക്തികൾക്ക് സ്ഥലം മാറ്റം പറയുന്നുണ്ട്. നിലവിലുള്ളതായിട്ട് ഗൃഹം മുതലായിട്ട് കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി അതേപോലെ പുതിയ ഗൃഹത്തിലേക്ക് മാറുകയോ അല്ലെങ്കിൽ നിലവിലുള്ള വീടോ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഡെമോളിഷ് ചെയ്തുകൊണ്ട് പുതിയ ഭവന നിർമ്മാണ കാര്യങ്ങൾക്കുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കാനും സാധ്യത ഈ മാസം സൂചിപ്പിക്കുന്നു. സ്ഥലം മാറ്റമാവാം, സ്ഥലം പുതിയത് വാങ്ങിക്കലാവാം, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറൊക്കെ വാങ്ങി പോകലാവാം, പുതിയ ഭവനത്തിലേക്ക് മാറി ഗൃഹപ്രവേശം നടത്തി താമസിക്കലാവാം. അത്തരം നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മാസം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അതുപോലെ ശുഭകാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹമംഗളകർമ്മങ്ങൾ, വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വളരെയധികം അനുകൂലമാവും എന്നുള്ള സൂചന കൂടി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പുണർന്നതിൻ്റെ കാൽഭാഗവും പൂയും ആയില്യവും അടങ്ങുന്ന കർക്കിടക രാശിക്കാർക്ക് ഈ 2024 ഫെബ്രുവരി മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ദൂരദേശ യാത്രകൾ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. ഉദര സംബന്ധിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവുമെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു സൂചനയും തരുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് നല്ല അഭിവൃദ്ധികളും തക്കതായിട്ടുള്ള ചെലവും നമുക്കുണ്ടാവും എന്ന് പറയുന്നു. ശത്രുദോഷങ്ങളും മറ്റുമൊക്കെ കുറഞ്ഞു കിട്ടും, ശത്രുക്കളുടേതായിട്ടുള്ള ഉപദ്രവങ്ങളും കുറഞ്ഞു കിട്ടും എന്ന് പറയുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക ലാഭങ്ങൾ, ദൂരദേശ യാത്രകളോടെ സമ്പാദ്യങ്ങൾ, ഇതൊക്കെ വന്നു ചേരും എന്നാണ് സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള പ്രവൃത്തി മണ്ഡലത്തിൽ ഒരു സ്ഥിരത കുറയുക, സ്ഥാനമാനങ്ങൾ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ നമുക്ക് വരാതിരിക്കുക എന്നീ കാര്യങ്ങളൊക്കെ ഈ മാസങ്ങളുണ്ടാവും. അതുകൊണ്ട് അല്പം കൂടി നമ്മൾ ക്ഷമയോടുകൂടി നിലവിൽ നമ്മുടെ കയ്യിലേക്ക് ലഭിച്ചിട്ടുള്ള തൊഴിലും കാര്യങ്ങളും എന്തൊക്കെയാണോ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് മാനേജ് ചെയ്ത് പോകണം എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ക്രമേണ വരും കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് തൊഴിലിലൊക്കെ നല്ല മാറ്റങ്ങൾ വരേണ്ട സമയങ്ങളാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് അല്പം ക്ഷമയും പ്രാർത്ഥനയും ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നു. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നല്ലതല്ല, വലിയ ഭാരങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതും ഈ സമയത്ത് നല്ലതല്ല. അല്പം ശ്രദ്ധയും കരുതലും എല്ലാ കാര്യങ്ങളിലും വേണം. അതുപോലെ തന്നെ മനസ്സിന് ക്ലേശമുണ്ടാകുന്ന തരത്തിലുള്ളതായിട്ടുള്ള എന്തെങ്കിലും ചെറിയ മനക്ലേശങ്ങളൊക്കെ ഈ സമയത്ത് കടന്നു പോകാം. കഷ്ടനഷ്ടങ്ങൾ വരാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു വിഷമം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു നമ്മൾ ഉയർച്ച സ്ഥാനമാനങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതായിട്ടുള്ള ദുഃഖങ്ങൾ മനസ്സിലേക്ക് ഉണ്ടാവും. പക്ഷേ അത് ക്രമേണ അതൊക്കെ തരണം ചെയ്യാനുള്ള സാധ്യത പറയുന്നു. ഇതൊരു ടെമ്പററി പീരീഡ് തന്നെയാണല്ലോ. വ്യാഴമാറ്റത്തോടു കൂടിയൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും.
പ്രത്യേകിച്ച് കർക്കിടക രാശിക്കാർക്ക് വലിയൊരു പരിവർത്തനം, ഒരു ലൈഫ് സർക്കിളൊക്കെ പൂർത്തിയായി അടുത്ത ലൈഫ് സർക്കിളിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വലിയ പരിവർത്തനത്തിൻ്റെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ ചില കാർമിക് സിറ്റുവേഷനാണ്. അതുകൊണ്ട് അതിന് നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ക്ഷമയോടുകൂടിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നു. സഹോദരങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ ഘട്ടങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്യും. ആപത്തുകളൊക്കെ ഉണ്ടെങ്കിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകും. പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടൊരു മനോധൈര്യം നമുക്ക് വരും. അപ്പോൾ എല്ലാം ആത്മവിശ്വാസത്തോടു കൂടി, പ്രാർത്ഥനയോടുകൂടി, ശ്രദ്ധയും കരുതലോടുകൂടിയും ക്ഷമയോടുകൂടിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഈ മാസം സൂചിപ്പിക്കുന്നു. മറ്റ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വിദ്യാഭ്യാസ പരമായിട്ടൊക്കെ നല്ല ഒരു കാലഘട്ടമാണ്. വിവാഹമംഗളകർമ്മങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് അല്പം നീങ്ങിപ്പോകുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാവും. അതൊക്കെ അല്പം ശ്രദ്ധിക്കുക. സന്താനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. കുടുംബത്തിൽ പൊതുവെയുള്ള ഒരു സമാധാന അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഈ മാസം നമുക്ക് സൂചിപ്പിക്കുന്നു. നല്ല പ്രാർത്ഥന വേണം. ശനിദോഷ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. വ്യാഴമ്പഴ ദോഷ നിവൃത്തിക്കുള്ള പ്രാർത്ഥനകളും വ്യാഴാഴ്ച വ്രതങ്ങളും മഹാവിഷ്ണു വചനങ്ങളും ഒക്കെ നമ്മൾ ചെയ്യണം. ശനിയാഴ്ച ശാസ്താവിന് നീരാഞ്ജനം എള്ളുതിരിയൊക്കെ കത്തിക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച എന്തെങ്കിലും ചാരിറ്റി നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും അന്നദാനം നടത്താൻ പറ്റുന്ന സ്ഥലത്ത് അന്നദാനം നടത്തുകയോ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് നിത്യം നവഗ്രഹ സ്തോത്രങ്ങൾ ജപിക്കുക, വിഷ്ണുനാമങ്ങൾ ജപിക്കുക, ശാസ്താവിൻ്റെ അഷ്ടോത്തരി മുതലായിട്ട് കാര്യങ്ങൾ ജപിക്കുക, ദേവീ മന്ത്രങ്ങൾ ജപിക്കുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മളതിനെ തരണം ചെയ്യണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് കർക്കിടക രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. മകവും പൂരും ഉത്രത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ 2024 ഫെബ്രുവരി മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയാണ്. ദേഹാരിഷ്ടതകൾക്കൊരു ശമനം ഉണ്ടാവും എന്ന് പറയുന്നു. ശത്രുക്കളുടേതായിട്ടുള്ള പ്രവൃത്തികളോ വിരോധങ്ങളോ അല്പം ഒന്ന് കുറഞ്ഞു കിട്ടും. ദുഃഖത്തിന് ശാന്തി വരും. പലതരത്തിലുള്ള സുഖഭോഗങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. അനാവശ്യ ചെലവുകൾ വരും. ദുർവ്യയങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചെറിയ മനക്ലേശം ഈ മാസം കടന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ഒരു തോന്നലുകൾ, ഇതൊക്കെ നമുക്ക് വളരെയധികം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അല്പം ക്ഷമയും കരുതലും വേണം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കാനുള്ള അശ്രാന്ത പരിശ്രമങ്ങൾ വേണ്ടിവരും എന്ന് സൂചിപ്പിക്കുന്നു. കലഹങ്ങളും വാദപ്രതിവാദങ്ങളും ഈ മാസം ഒഴിവാക്കേണ്ടതുണ്ട്. ക്രമേണ സന്താനങ്ങൾക്ക് ഗുണങ്ങളും മനഃശാന്തിയും സന്തോഷവും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ദൂരദേശ യാത്രകൾ വരും. കൂട്ടുകച്ചവടത്തിൽ അപ്പം നമുക്ക് പരാജയങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ നല്ലതല്ല. ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വ്യക്തികളുടെ വിരഹങ്ങളോ വിയോഗങ്ങളോ സംഭവിക്കാം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലവർക്ക് നല്ല പ്രതീക്ഷിക്കാത്ത ചില വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് എന്നും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചില മാനഹാനികൾ നേരിടും. അതുപോലെ തന്നെ കലഹങ്ങൾ, വാദപ്രതിവാദങ്ങൾ ഇതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യത്തിൽ എപ്പോഴും പൊതുവേ ഒരു ശ്രദ്ധ വേണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ധനം വരുന്നതിനെ നമ്മൾ സമ്പത്താക്കി മാറ്റുന്നത് നന്നായിരിക്കും. കാരണം സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള സൂചന തന്നെയാണ്. പക്ഷേ അതിനെ നമ്മൾ പ്രോപ്പർട്ടികളൊക്കെ ആയിട്ട് മാറ്റണം. കയ്യിൽ സാമ്പത്തികം വെച്ച് നടക്കുന്നത് നല്ലതല്ല എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികളൊക്കെ നേരിടും. പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവേണ്ട ഒരു കാലഘട്ടമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ അല്പം അകൽച്ചകളോ വിള്ളിച്ചകളോ വരെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ചിലർക്ക് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങൾ വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ ആ ദോഷങ്ങൾ നീങ്ങും എന്നുള്ളത് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ ജോലിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത പറയുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ അത്തരം ദോഷങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല എന്നും സൂചിപ്പിക്കുന്നു. ജാതക പരിശോധന നടത്തണം. ഈ കാലഘട്ടങ്ങളെ മനസ്സിലാക്കി വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നു. ജോലിയിൽ കൂടുതൽ ഭാരങ്ങളുണ്ടാവും. നന്നായിട്ട് മനസ്സ് വെച്ച് അതിനെ പ്രവർത്തിക്കുന്ന പക്ഷം വിജയപ്രദമാക്കാനായിക്കൊണ്ട് സാധിക്കും എന്നുള്ളതും, അനാവശ്യ ചിന്തകളും അനാവശ്യ സമയങ്ങൾ മറ്റ് കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നതും ഒക്കെ നമ്മളൊന്ന് മാറ്റി വേണ്ട കാര്യങ്ങൾക്കൊന്ന് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പക്ഷം
തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും എന്നാണ് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. വിവാഹമംഗളകർമ്മങ്ങൾ അല്പം വൈകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. വരും കാലഘട്ടങ്ങളൊക്കെ എല്ലാം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യരുത്. അത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. സാങ്കേതികമായിട്ട് പല തടസ്സങ്ങളും വിദ്യാഭ്യാസപരമായിട്ട് നേരിടാൻ സാധ്യത ചിങ്ങൻ രാശിക്കാർക്കുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യണം. രാഹുകേതുക്കൾ അല്പം ദോഷസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് രാഹുദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക, നവഗ്രഹപ്രീതി വരുത്തുക. അതുപോലെ തന്നെ ശനിയാഴ്ച ശാസ്താവിനോ ഒക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഹനുമാൻ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെ നല്ലതാണ്. എല്ലാവർക്കും ഗണപതി ഹോമം ജന്മനക്ഷത്ര ദിവസം ചെയ്യുന്നത് നല്ലതാണ്. ശനിയാഴ്ച ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യുക. രാഹുകേതു ദോഷങ്ങളൊക്കെ തീരാനായിക്കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ആരാധിക്കാം. നാഗദേവതമാരെ ആരാധിക്കുന്നതും നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഈ മാസം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി മടങ്ങുന്ന കന്യരാശിക്കാർക്ക് ഈ 2024 ഫെബ്രുവരി മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പ്രത്യേകിച്ച് പരിശോധിക്കുമ്പോൾ ഗൃഹനിർമ്മാണം നടക്കും എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും നിലവിലുള്ള വീടുകളൊക്കെ ഒന്ന് പൊളിച്ചു പണിയുക, അതുപോലെ തന്നെ സ്ഥലം മാറി പുതിയ സ്ഥലത്തേക്ക് നമ്മൾ മാറി താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുക, അതുപോലെ തന്നെ ക്രയവിക്രയങ്ങൾ, വസ്തു ക്രയവിക്രയങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നടന്നു കിട്ടാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കണം. ചില വിശ്വാസവഞ്ചനകൾ കടന്നു പോകാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എല്ലാം രേഖാമൂലം ശരിയാക്കണം. പ്രത്യേകിച്ച് അതിൻ്റെ ലീഗൽ സൈഡൊക്കെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ബന്ധുക്കൾക്ക് ക്ഷേമം ഉണ്ടാവും. കുടുംബത്തിൽ പുരോഗതി, ഐശ്വര്യങ്ങൾ ഇതൊക്കെ വന്നു ചേരും. നഷ്ടങ്ങൾ സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാവിന് സൗഖ്യമുണ്ടാവും. ബന്ധുജനങ്ങൾ മുഖാന്തരം ചില പ്രതീക്ഷിക്കാത്ത നല്ല സപ്പോർട്ടുകൾ ഈ മാസം വരും എന്ന് സൂചിപ്പിക്കുന്നു. പൊതുവെ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഭൂമിലാഭങ്ങളും ക്രയവിക്രയങ്ങൾ വിജയം ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതായിട്ട് രോഗാദി അനർത്ഥങ്ങൾക്ക് അല്പം ഒരു ശമനം വരും എന്നുള്ള സൂചന നമുക്ക് തരുന്നു. അതുപോലെ ശത്രുക്കളെ കൊണ്ട് നേരിടുന്നതായിട്ടുള്ള ചെറിയ ഭയങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാനും സാധ്യതയുണ്ട്. എങ്കിലും ശത്രുക്കൾ എപ്പോഴും ഇങ്ങനെ തലപൊക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ട ഒരു മാസമാണ്. പ്രത്യേകിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഫാമിലി ലൈഫിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അത് മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, സംഭവവികാസങ്ങളായിരിക്കാം. അത് വളരെയധികം ശ്രദ്ധിച്ച് അത്തരം സന്ദർഭങ്ങളെ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. വാദപ്രതിവാദങ്ങളോ കലഹങ്ങളോ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ദൂരദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക്, വിദേശങ്ങളിലേക്കൊക്കെ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അല്പം കൂടി താമസമുണ്ടാവും എന്നാണ് കാണുന്നത്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. അധിക ചിലവുകൾ ഒഴിവാക്കുക. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ പെട്ടെന്നുള്ള എടുത്തുചാട്ടം, ദേഷ്യം, കോപം മുതലായിട്ട് കാര്യങ്ങൾ ഒക്കെ അല്പം നിയന്ത്രിക്കേണ്ടതുണ്ട്. ദൈവികമായിട്ട് പ്രാർത്ഥനകളും മെഡിറ്റേഷനും നല്ല പോഷകാഹാരങ്ങളൊക്കെ കഴിച്ച് ആരോഗ്യ പരിപാലനം വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതേപോലെ കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം വേണം എന്നാണ് സൂചിപ്പിക്കുന്നത്. വിവാഹമംഗളകർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി തീരുമാനമെടുക്കുന്നത് നന്നായിരിക്കും. ജാതകവശാലൊക്കെ പരിശോധിച്ച് തീരുമാനമെടുക്കുക. വിദ്യാഭ്യാസപരമായിട്ട് നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ട് സമയമാണ്. ഒരു അലസത ഒഴിവാക്കണം, മടി ഒഴിവാക്കണം. വ്യായാമങ്ങളും മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ഈ സമയത്ത് ആവശ്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെയധികം നന്നായിരിക്കും. ഗുരുജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മുതലായിട്ട് കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ദോഷപരിഹാരങ്ങൾ നമ്മൾ പറയുന്നത് വ്യാഴാഴ്ച ദിവസം വ്രതമെടുക്കുന്ന നന്നായിരിക്കും. ഷഷ്ഠി ദിവസം സുബ്രഹ്മണ്യ സ്വാമി ആരാധിക്കുന്ന നന്നായിരിക്കും. നാഗദേവതമാരെ ആരാധിക്കുന്ന നല്ലതാണ്. കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ പ്രത്യേകം വഴിപാടുകൾ ഈ മാസം ചെയ്യുന്നത് നന്നായിരിക്കും. ഇടയ്ക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റ് നെഗറ്റിവിറ്റികളൊക്കെ മാറാനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. അതുപോലെ മുട്ടിറക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ, നാളികേരം കൊണ്ട് മുട്ടുടയ്ക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മുട്ടിറക്കൽ മുതലായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ നമുക്ക് നീക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കന്യരാശിക്കാർക്ക് നമുക്ക് അറിയുന്ന വിവരങ്ങൾ.
ചിത്രയുടെ രണ്ടാം പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഈ 2024 ഫെബ്രുവരി മാസം ഉണ്ടാകുന്നതായിട്ട് ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരും എന്ന് പറയുന്നു. അപ്പോൾ ആവശ്യമുള്ള വസ്തുക്കളൊക്കെ വാങ്ങി ചേർത്ത് വെക്കുക. അനാവശ്യ യാത്രകളും ചിലവുകളും ദുർവ്യയങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു കിട്ടും. ചെറിയ മനസ്സിനുള്ള ദുഃഖങ്ങൾ തരണം ചെയ്യാനെ കൊണ്ട് സാധിക്കും. അതേപോലെ സഹോദരങ്ങളെ കൊണ്ട് ചില ഗുണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ മാസം. അപ്പോൾ പലവിധമായിട്ടുള്ള സഹായങ്ങൾ പല ഭാഗത്തുനിന്നും നമുക്ക് വന്നു ചേരും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൈകൂടി വരാനുള്ള സാധ്യതകളും, ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യവും, വ്യവസായ വാണിജ്യ അഭിവൃദ്ധികളും, നേതൃത്വ ഗുണങ്ങളും, കാര്യതടസ്സങ്ങളെല്ലാം നീങ്ങി വേണ്ട കാര്യങ്ങൾ സമയത്ത് നമുക്ക് വന്നു ചേരാനുള്ളതായിട്ടുള്ള സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട്. വലിയ ലാഭം ഈ മാസം പ്രതീക്ഷിക്കേണ്ടതില്ല. ചെറിയ രീതിയിലാണ് വരുമാനങ്ങൾ ഉണ്ടാവുക എങ്കിലും നമുക്ക് കാര്യങ്ങൾ എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു പോകും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. കുടുംബ പരദേവതാ പ്രീതി വരുത്തേണ്ടതുണ്ട്. സന്താന വിരഹമുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുകൊണ്ട് സന്താനങ്ങൾ ചിലപ്പോൾ ദൂരെ ഇരിക്കുന്നത് കൊണ്ടോ സന്താനങ്ങളെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർ ചിലപ്പോൾ ദൂരയാത്ര മറ്റു കാര്യങ്ങൾക്ക് പുറപ്പെടുന്നതുകൊണ്ടോ മനസ്സിന് ചില ദുഃഖങ്ങൾ ഉണ്ടാവാം. സന്താന കാര്യങ്ങളിൽ ഈ മാസം പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ക്രമേണ ശത്രുക്കളുടെ വിജയം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കടബാധ്യതകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു കിട്ടാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിൽ നമ്മൾ ആലോചിച്ച് നടപ്പിലാക്കാൻ പറ്റാതിരിക്കുന്ന പല പദ്ധതികളും നമുക്ക് ഈ സമയത്ത് നടപ്പിലാക്കാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ടാവും എന്നും സൂചിപ്പിക്കുന്നു. അത് ദൂരദേശ യാത്രകളൊക്കെ വരാം. ദുർവ്യയങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അല്പം ശ്രദ്ധിക്കണം. ഏത് കാര്യത്തേക്ക് ഇറങ്ങുമ്പോഴും 2 വട്ടം നമ്മൾ ചിന്തിച്ചിറങ്ങണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. ദുശ്ശീലങ്ങളൊന്നും ഒഴിവാക്കണം. എന്തെങ്കിലുമൊക്കെ നമ്മൾ തെറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി വഴുതി വീഴുന്ന ചില സിറ്റുവേഷൻ ഉണ്ടാവും. അത് തരണം ചെയ്യണം. മറ്റെന്തെങ്കിലും അഡിക്ഷനിലോ മറ്റു കാര്യങ്ങളിലോ പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും സൂചിപ്പിക്കുന്നു. പെട്ടെന്നുള്ള അസുഖങ്ങളൊക്കെ കടന്നു പോകാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുക. വിവാഹമംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. നിലവിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാനെ കൊണ്ട് സാധിക്കും. പൊതുവെയുള്ള ഇഷ്ടകാര്യങ്ങൾ നടന്നു കിട്ടാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. വിദേശത്തിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു കാലഘട്ടമായിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഒരു തിരക്കടില്ലാത്ത ഒരു മാസമായിട്ടാണ് തുലാക്കൂറുകാർക്ക് ഈ മാസം കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ചെയ്ത് ഭഗവത് പ്രീതി വരുത്തി കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ പ്രത്യേകം വഴിപാട് ചെയ്ത് പോകുന്നത് കുറേ ദോഷങ്ങളെ കുറയ്ക്കാനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തുലാരാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ 2024 ഫെബ്രുവരി മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ അത് പരിശോധിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട് ഒരു പുഷ്ടിയുള്ള ഒരു മാസമായിട്ട് പറയുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാത്ത ധനലാഭങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ തക്കതായിട്ട് ചിലവ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ്. വേണ്ട കാര്യങ്ങൾക്ക് അത് വിനിയോഗിക്കാനായി കൊണ്ടുള്ള ഒരു ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. വിദ്യാഭ്യാസ രംഗം നന്നാവും. പഠിതാക്കൾക്ക് വളരെയധികം നല്ല ഒരു സമയമായിട്ട് പറയുന്നു. ഉപരിപഠനങ്ങൾക്ക് സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ക്രമരംഗത്ത് ചെറിയ തടസ്സങ്ങളും അധികാരികളുമായിട്ട് ചില അകൽച്ചകളോ ചില വാദപ്രതിവാദങ്ങളോ ഒക്കെ ഉണ്ടാവാം. അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അപ്പോൾ മേലധികാരികളുമായിട്ട് നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി കരുതലുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ്. പൊതുവേ ശത്രുക്കൾ മുഖാന്തരമുള്ള ചില പ്രവൃത്തികളൊക്കെ നമുക്ക് ഏൽക്കാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ഈ സമയത്ത് വേണം. വളരെയധികം അലസത, മടി പ്രശ്നങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടുള്ളതായിട്ടുള്ള ദുഃഖങ്ങൾ, ഒരു മനപ്രയാസങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യത പ്രത്യേകിച്ച് കൂടുതലാണ്. മനസ്സിന് വല്ലാതൊരു ക്ലേശം വരും. പ്രത്യേകിച്ച് ഈ സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടുള്ള വിഷമങ്ങൾ ധാരാളം വരും. വേണ്ടപ്പെട്ടവർ നമ്മൾ സഹായിക്കുന്നില്ല എന്നുള്ളതായിട്ടുള്ളൊരു ദുഃഖം മനസ്സിൽ നേടിക്കും. അതേപോലെ കഴിഞ്ഞ കാലഘട്ടം ഉണ്ടാകുന്ന അനുഭവങ്ങളെ ആലോചിച്ച് ദുഃഖിക്കുന്ന അവസ്ഥകളും, വല്ലാതെ ഒരു ഏകാന്തത അനുഭവിക്കുകയും ചിലവർക്കൊരു ഡിപ്രഷൻ ഒക്കെ സംഭവിക്കാൻ സാധ്യത പ്രത്യേകിച്ച് കൂടുതലാണ്. അതുകൊണ്ട് നല്ല പ്രാർത്ഥനയും മെഡിറ്റേഷനും വ്യായാമങ്ങളും നല്ല പോഷകാഹാരങ്ങളൊക്കെ കഴിച്ച് ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം
വളരെയധികം മാനസിക പ്രയാസങ്ങൾ നേരിടും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ മാതാവിന് അല്പം ക്ലേശമുണ്ടാവും. നമ്മുടെ ആരോഗ്യസ്ഥിതി കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങൾ മുഖാന്തരം ചില വിരോധങ്ങളുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഭൂമി തർക്കങ്ങളോ മറ്റ് ക്ലേശങ്ങളോ ഒക്കെ ഈ സമയത്ത് വരാം, അത് ശ്രദ്ധിക്കുക. എല്ലാം നിയമാനുസൃതം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അതുപോലെ പുതിയ ജോലി സാധ്യതകൾ പ്രത്യേകിച്ച് തെളിയുന്നുണ്ട്. ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഒരു നല്ല തീരുമാനങ്ങൾ ഈ മാസം ഉണ്ടാവാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ഗവൺമെൻറ് തലത്തിലുള്ളതായിട്ടുള്ള അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ദൂരദേശ യാത്രകൾ അല്പം മുടങ്ങുന്ന അവസ്ഥകൾ വരും, അല്ലെങ്കിൽ യാത്ര മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങണം അതിൻ്റെ ലീഗൽ സൈഡ് പരിശോധിച്ച് ഇറങ്ങുന്നത് നന്നായിരിക്കും. എല്ലാം നിയമാനുസൃതം തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ ഈ പാഴ്ചെലവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അകാരണമായിട്ടുള്ള ഭയം നിഴലിക്കും, അത് സൂക്ഷിക്കുക. അതിനൊക്കെ തരണം ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ കൈകൊള്ളുക. മനസ്സിന് ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ നല്ലതാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ അത് പൂർത്തീകരിക്കാൻ അശാന്ത പരിശ്രമങ്ങൾ വേണ്ടിവരും. ചിലപ്പോൾ ഈസിയായിട്ട് കാര്യങ്ങൾ നടക്കില്ല. നല്ലവണ്ണം പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുന്നു കാര്യങ്ങൾ. എന്നാലും ക്രമേണ നമുക്ക് ആ കാര്യങ്ങളൊക്കെ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പ്രവൃത്തി മണ്ഡലത്തിൽ നല്ല പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ ഇതൊക്കെ വന്നു ചേരും. വിവാഹമംഗള കർമ്മങ്ങൾ അല്പം കൂടി വൈകിയാണ് നടക്കുക എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ചിലവർക്ക് കർമ്മരംഗത്ത് നിന്ന് സ്ഥാനചലനങ്ങൾ, ട്രാൻസ്ഫറൊക്കെ പ്രതീക്ഷിക്കാം. ഉദ്ദേശിച്ച സ്ഥലത്തേക്കുള്ള ചില മാറ്റങ്ങളൊക്കെ വന്നു ചേരും എന്ന് പറയുന്നു. ഈ അല്പം എടുത്തുചാട്ടം, ദേഷ്യം മൂലം നമുക്ക് പല വ്യക്തികളുമായിട്ടുള്ള വിഷമതകളും വിരോധങ്ങളും നേരിടാനുള്ള സാധ്യതകളും, എടുത്ത തീരുമാനങ്ങൾ വീണ്ടും നമുക്ക് ഒരു പുനഃചിന്തനകൾക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ വരും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ആരോഗ്യം ശ്രദ്ധിക്കണം, യാത്ര ശ്രദ്ധിക്കണം, വിദ്യാഭ്യാസപരമായിട്ട് കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. ദൂരദേശ യാത്രകളാവുന്നതും ഒഴിവാക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. എല്ലാം ഒന്ന് നിയമാനുസൃതം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതും സൂചിപ്പിക്കുന്നു. എല്ലാത്തിനും ഒരു നിയമജ്ഞന്മാരുമായിട്ട് കൂടിയാലോചിച്ച് അതിൻ്റെ വശങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. ചിലർക്ക് കോടതി വ്യവഹാരങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളോ കേസോ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് സാധ്യതകളോ ഒക്കെ ഈ സമയത്ത് പ്രത്യേകിച്ച് പറയുന്നത് കൊണ്ട് നല്ല ശ്രദ്ധയും കരുതലും വേണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ വ്യാഴമ്പഴ ദോഷ നിവൃത്തിക്കും കണ്ടകശിനി ദോഷങ്ങൾ നടക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരമൊക്കെ നമ്മൾ ചെയ്യണം. വൃശ്ചികക്കൂറുകാർക്ക് വർഷഫലം വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒക്കെ കണ്ട് മനസ്സിലാക്കുന്ന അതിലാണ് കുറേ വിഷയങ്ങൾ ഈ വർഷം നമുക്ക് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ കാണാനെക്കൊണ്ട് ക്ഷമിക്കുക. അതിൽ പറഞ്ഞ വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്യുക. അവരവരുടെ ജാതകങ്ങൾ പരിശോധിക്കുക. വേണ്ടതായിട്ടുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന വർഷം ദോഷങ്ങളെ തരണം ചെയ്യാനെക്കൊണ്ട് സാധിക്കും എന്നാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. മൂലവും പൂരാടും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ധനുരാശിക്കാർക്ക് ഈ 2024 ഫെബ്രുവരി മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട് നല്ലവണ്ണം ചിലവ് വരുന്ന ഒരു മാസമാണ്. ചിലർക്ക് നേത്രരോഗങ്ങൾ, അതുപോലെ തന്നെ ശിരോവ്യാധികൾ, തലചുറ്റൽ, തലവേദന മുതലായിട്ട് കാര്യങ്ങൾ, ഉറക്കക്കുറവുകൾ, ഇതിനൊക്കെ എന്തെങ്കിലും ചികിത്സ നമുക്ക് തേടേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ തക്കതായിട്ട് മരുന്നൊക്കെ കഴിച്ച് മുന്നോട്ട് പോവുക. എന്തെങ്കിലും വിശ്വാസവഞ്ചനകൾ നേരിടും എന്നാണ് ഈ മാസം പറയുന്നത്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ, കുടുംബകാര്യങ്ങൾ പ്രവർത്തിക്കുന്ന നന്നാവും. പലതരത്തിലുള്ള സുഖഭോഗ വസ്തുക്കളൊക്കെ വാങ്ങിച്ചേർത്താൻ സുഖാഡംബരത ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. വാഹനങ്ങൾ മാറ്റി വാങ്ങിക്കുക, സ്ഥലം, ഗൃഹം മുതലായിട്ട് കാര്യങ്ങളൊക്കെ മാറ്റി പണിയുക, അല്ലെങ്കിൽ പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കുക, പുതിയ വാഹനത്തിലേക്ക് പ്രവേശിക്കുക, നമുക്ക് ഏതെങ്കിലും ഗൃഹം മൂടി പിടിപ്പിക്കുക എന്നീ കാര്യങ്ങളിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പണമൊക്കെ ചിലവാക്കാൻ സാധ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതിസന്ധികളൊക്കെ വരുമെങ്കിലും അതൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പറയുന്നു. ഈ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. വർത്തമാനങ്ങളെ കൊണ്ട് ചില നമുക്ക് വരേണ്ടതായിട്ട് നല്ല കാര്യങ്ങൾക്ക് ചിലപ്പോൾ വിട്ടുപോകാനുള്ള സാധ്യത പറയുന്നു. അതുപോലെ തന്നെ അല്പം ദൂരദേശ യാത്രകൾ ഇതൊക്കെ ഉണ്ടാവും, അലച്ചിലകളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. ഏത് കാര്യങ്ങളും നിയമാനുസൃതം നോക്കി പരിശോധിച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിദേശത്തിരിക്കുന്നവർക്ക് ഒരു നല്ല അഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും നമ്മളെ തേടിയെത്തും. എല്ലാത്തിനും ലീഡർഷിപ്പ് നമുക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. ഉദ്ദേശിക്കുന്ന സ്ഥാനമാനങ്ങൾ, ഐശ്വര്യങ്ങൾ ഇതൊക്കെ വന്നു ചേരാനും ഒരു കൂട്ടായ്മയോടെ ചെയ്യേണ്ടതായിട്ട് പ്രവൃത്തികളും സംരംഭങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനും സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ഇഷ്ടഭക്ഷണ യോഗം, ഇഷ്ടകാര്യസിദ്ധി,
അതുകൊണ്ട് തന്നെ മനസ്സിന് ഉന്മേഷവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതായിട്ട് ആത്മവിശ്വാസങ്ങളൊക്കെ വർദ്ധിക്കുകയും ധനധാന്യങ്ങളൊക്കെ വർദ്ധിച്ച് കൃഷി നാൽക്കാലികളായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളൊക്കെ വളരെയധികം നന്നായിട്ട് വരാനും അതുപോലെ തന്നെ ദൈവാനുഗ്രഹങ്ങളും പൂർവ്വപുണ്യങ്ങളൊക്കെ അനുഭവിക്കാനും സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ചില ബന്ധുക്കൾക്ക് ദുഃഖമുണ്ടാവും, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കേണ്ടതായിട്ട് സഹായിക്കേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ ചില വ്യവഹാരങ്ങൾ ഉള്ളതൊക്കെ സെറ്റിൽമെൻറ്റിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കേസോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽമെൻറ്റിലേക്ക് വരും എന്നാണ്, അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. നിലവിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒഴിഞ്ഞു കിട്ടി ഐക്യത്തോടും സമാധാനത്തോടു കൂടിയും ജീവിക്കാനുള്ള യോഗങ്ങളൊക്കെ നമുക്ക് വന്നു ചേരുമെന്നാണ്. തീർത്ഥയാത്രകൾ വേണ്ടിവരും, അതുപോലെ ദൂരദേശയാത്രകളൊക്കെ വേണ്ടിവരും. ചെറിയ രീതിയിലുള്ള കാലതാമസങ്ങൾ നമുക്ക് നേരിടും എന്നാണ്. അത് അല്പം ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് ഈ മാസം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുക, ഭഗവത് പ്രീതി വരുത്തുക, കുടുംബ പരദേവതാ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, എല്ലാത്തിനും ഒരു അല്പം വേഗത കുറച്ച് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ മാസം ധനുരാശിക്കാർക്ക് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഉത്രാടത്തിൻ്റെ കാൽഭാഗവും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന മകരം രാശിക്കാർക്ക് ഈ 2024 ഫെബ്രുവരി മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ സർവകാര്യങ്ങൾ വിജയമുണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് അർഹിക്കുന്ന സ്ഥാനമാനങ്ങളും സമ്പത്തുകളും പൂർവ്വസ്വത്തൊക്കെ ലഭിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. പ്രവൃത്തി മണ്ഡലത്തിൽ നല്ല വിജയങ്ങളും പുതിയ പദ്ധതികളൊക്കെ നമ്മൾ തയ്യാറാക്കുകയും അതുപോലെ ശാസ്ത്രജ്ഞാനങ്ങൾ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില അംഗീകാരങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ലഭിക്കാതെ മുടങ്ങി നിൽക്കുന്നതായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നമുക്ക് വന്നു ചേരാനും മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനും സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ശിരോവ്യാധികളും നേത്രരോഗങ്ങളും അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവേണ്ട ഒരു മാസമാണ്. അനാവശ്യമായിട്ടുള്ള കലഹങ്ങളും ഒക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. മേലധികാരികളുമായിട്ട് നമ്മൾ സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോകണം. ശത്രുക്കളുടെ ഉപദ്രവങ്ങളും നിലവിലും തുടർന്നുകൊണ്ടിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ദേഹാരിഷ്ടതകൾക്കൊരു ശമനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദൂരദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നടന്നു കിട്ടാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ കർമ്മരംഗത്തുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള മാറ്റങ്ങളോ നല്ല ജോലികളോ വിദേശയോഗങ്ങളോ ഗവൺമെൻറ് തലത്തിലായിട്ടുള്ള അംഗീകാരങ്ങളോ ഒക്കെ വന്നു ചേരാനുള്ള സാധ്യത ഈ മാസം സൂചിപ്പിക്കുന്നുണ്ട്. വസ്ത്രാഭരണ ലാഭങ്ങളും കാര്യങ്ങളിൽ വിജയവും ഒക്കെ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. ഇതിപ്പോൾ ഏഴരശനി കഴിയാൻ കുറച്ചുകൂടി നമുക്ക് ബാക്കിയുള്ളത് കൊണ്ട് ഈ കുടുംബ ഛിദ്രങ്ങൾ വരാതെ നോക്കണം എന്നാണ്. പൂർവികമായിട്ടുള്ള നമ്മുടെ തറവാടുപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്പം വിഷമാവസ്ഥയിലേക്ക് വരും. അതിനെ നമ്മൾ നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പൂർവ്വ സ്വത്ത് സംബന്ധിക്കുന്നതായിട്ട് കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാവാം. ഇഷ്ടപ്പെട്ട സ്ഥലം ഒക്കെ മാറും. ചിലപ്പോൾ പൂർവികമായിട്ടുള്ള സ്ഥലമൊക്കെ മാറി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റാനൊക്കെ കാരണമാകും എന്ന് സൂചിപ്പിക്കുന്നു. ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമാണ്. വീഴ്ചാപകടങ്ങൾ സൂക്ഷിക്കണം. യാത്രയൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. അനാവശ്യമായിട്ടുള്ള ഈ സാഹസ പ്രവൃത്തികൾക്കൊന്നും ഈ സമയത്ത് നിൽക്കരുത്. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലീഗൽ സൈഡ് പരിശോധിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. അല്പം ഇടതുചാട്ടം, ദേഷ്യം, കോപം, തർക്കങ്ങളതൊക്കെ ഒഴിവാക്കി നിൽക്കണം. പ്രത്യേകിച്ച് ഉപാസന കാര്യങ്ങളിൽ നല്ലവണ്ണം ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഉപാസനയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് മുന്നോട്ട് പോകരുത്. എന്തെങ്കിലും ചാരിറ്റികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കണം. പിതൃക്കളെ ആരാധിക്കണം. കുടുംബ പരദേവത ആരാധിക്കണം. ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഭഗവത് പ്രീതി വരുത്തി നല്ലവണ്ണം മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ധർമ്മകാര്യങ്ങൾക്ക് കുറച്ചധികം സമയം കണ്ടെത്തണം എന്നുള്ളതും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് പോസിറ്റീവായിട്ട് വശങ്ങളുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. അവിട്ടത്തിൻ്റെ 2ാം പകുതിയും ചതയും പൂരൂരുട്ടാതിന് 3/4 ഭാഗവും അടങ്ങുന്ന കുംഭൻ രാശിക്കാർക്ക് ഈ 2024 ഫെബ്രുവരി മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ചിലവുകൾ ഉള്ള ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. എല്ലാ മേഖലയിലും ഒരു പരാജയ ഭീതി നേരിടും എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും ദുരുപയോഗം ചെയ്യാതെ വേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നു. അല്പം ദേഹാരിഷ്ടതകൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. പ്രത്യേകം ആരോഗ്യകാര്യത്തിൽ കുംഭരാശിക്കാർ
വളരെ ശ്രദ്ധയും കരുതലും വേണം എന്ന് പറയുന്നു. സാമ്പത്തികപരമായിട്ട് ലാഭങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പലതരത്തിലുള്ള ചെലവുകളും വന്നു ചേരാം. എങ്കിലും പൊതുവേ കുറച്ച് നേട്ടങ്ങളുള്ള ഒരു മാസമായിട്ട് തന്നെയാണ് പ്രത്യേകിച്ച് പറയുന്നത്. കുടുംബത്തിൽ സൗഖ്യം സമാധാനം ഒക്കെ ഉണ്ടാവും. ഇഷ്ടകാര്യസിദ്ധി, ഇഷ്ടഭക്ഷണ യോഗങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾ മുഖാന്തരമുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ, എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് സാധ്യതകൾ ഇതൊക്കെ പറയുന്നുണ്ട്. ബന്ധുജനങ്ങളുടെ സഹകരണങ്ങളൊക്കെ അല്പം കുറഞ്ഞു വരുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ ദേഹാരക്ഷകൾ എപ്പോഴും ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള ആത്മവിദ്യകൾ അല്ലെങ്കിൽ നമ്മൾ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതും ധർമ്മകാര്യങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതും ചിലർക്ക് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതായിട്ട് ചില സാഹചര്യങ്ങളും ചാരിറ്റി ട്രസ്റ്റ് ബോർഡൊക്കെയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ബന്ധുജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഏർപ്പെടുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അത് പിന്നീട് അത് എന്തെങ്കിലും പേരുദോഷങ്ങൾക്കോ വിരോധങ്ങൾക്കോ കാരണമാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് അല്പം പ്രതിസന്ധികൾ നേരിടാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ മാസം വളരെയധികം ശ്രദ്ധ വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കുടുംബത്തിൽ പൊതുവേ ഈ ചെറിയ കലഹങ്ങൾ, വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കണം, വാഗ്വാദങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നു. എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുകയോ മോഷണം പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യാത്രയിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാം, അപകടങ്ങൾ നേരിടാനുള്ള സാധ്യത പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. അത് സാഹസ പ്രവൃത്തികൾക്ക് നിൽക്കരുത്. അന്യരുടെ പ്രവൃത്തികളിലേക്കോ കാര്യങ്ങളിലേക്കോ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന അത്രയ്ക്ക് നല്ലതല്ല എന്ന് സൂചിപ്പിക്കുന്നു. അനാവശ്യ യാത്രകളും അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും അഭിപ്രായ ഭിന്നതകളും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ചിലവുകളും ഒക്കെ ഒഴിവാക്കി എല്ലാത്തിനും ഒരു നിയന്ത്രണം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. കാരണം ഏഴരശനിയൊക്കെ നടക്കുന്നൊരു കാലഘട്ടമായതുകൊണ്ട് ഉദ്ദേശിച്ച പോലെ നമുക്ക് പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കില്ല എന്നുള്ളത് നമുക്കൊരു കരുതലോട് മുന്നോട്ട് പോകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക, കുടുംബ പ്രതിദേവതയെ ആരാധിക്കുക, മഹാവിഷ്ണു വചനം നല്ലവണ്ണം ഈ സമയത്ത് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ദോഷപരിഹാരങ്ങൾ, ശത്രുക്കൾ മുഖാന്തരമുള്ള ചില പ്രവൃത്തി ദോഷങ്ങളൊക്കെ ഏൽക്കുന്നൊരു കാലഘട്ടമായതുകൊണ്ട്, വാക്കോ പ്രവൃത്തികളൊക്കെ ഏൽക്കുന്നൊരു കാലഘട്ടങ്ങളായതുകൊണ്ട് അതിനുള്ള മുൻകരുതലൊക്കെ നമ്മൾ എടുത്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് കുംഭൻ രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. അവരവരുടെ ജാതകങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. കാലക്കേടുകൾ നടക്കുന്നൊരു കാലഘട്ടങ്ങളായതുകൊണ്ട് നമ്മൾ ജാതകശാല കൂടിയൊക്കെ പരിശോധിച്ച് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. പൂരോരുടായ നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്ക് ഈ 2024 ഫെബ്രുവരി മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ വന്നു ചേരുകയും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും സാമ്പത്തിക ലാഭങ്ങളും വന്നു ചേരാനുള്ള സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. രോഗങ്ങൾക്ക് ശമനം ഉണ്ടാവും, നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. സുഖഭോഗങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കും. ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത പറയുന്നു. നിലവിലുള്ള തൊഴിൽ മാറി മറ്റൊരു തൊഴിലിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയാണ് ഈ സമയത്ത് സൂചിപ്പിക്കുന്നത്. കർമ്മരംഗത്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ചെറിയ കാര്യതടസ്സങ്ങൾ ഉണ്ടാവാം, അപവാദങ്ങളും മറ്റു പ്രശ്നങ്ങളൊന്നും ഒഴിവായിട്ട് നിൽക്കണം. അതുപോലെ തന്നെ ഈ ചില വ്യക്തികൾ നമ്മളിൽ നിന്നും ചില വിശ്വാസവഞ്ചനപരമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങും എന്നുള്ളത് പ്രത്യേകം സൂക്ഷിക്കണം. മോഹങ്ങളൊക്കെ തന്ന് നമ്മളെ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് ചാടിക്കുകയും അവിടുന്ന് ചില നഷ്ടങ്ങളും പരാജയങ്ങളും നേരിടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ സാമ്പത്തികപരമായിട്ട് ഇടപാടുകൾ വളരെയധികം സൂക്ഷിക്കണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കുടുംബത്തിൽ സൗഖ്യം സമാധാനം ഉണ്ടാവും. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും, ഇപ്പോൾ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗങ്ങളോ മനക്ലേശങ്ങളോ കടന്നു പോവാം. സ്ത്രീജനങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭർത്താവിന് എന്തെങ്കിലും ചെറിയ ദോഷങ്ങളോ രോഗങ്ങളോ ഒക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അവരൊരു ജാതകങ്ങളൊക്കെ പരിശോധിച്ച് വേണ്ടതായിട്ടുള്ള പരിഹാര പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സന്ധിവേദനകളോ യാത്രയിൽ ചെറിയ അപകടങ്ങളോ ഒക്കെ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. മൂത്രാശയ രോഗങ്ങൾ, സന്ധിവേദനകൾ, അതുപോലെ തന്നെ ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, ഗ്യാസൊക്കെ ഫോം ചെയ്യും, ദഹന വ്യവസ്ഥകളൊക്കെ തകരാറാവും. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ സ്റ്റോണിൻ്റേതായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതൊക്കെ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള സൂചനയാണ് തരുന്നത്. അപ്പോൾ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ഈ സമയത്ത് വേണം. ഈ വിഷാഗ്നിഭയം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അഗ്നിഭയം, വിഷഭയം ഒക്കെ സൂചിപ്പിക്കും. ശുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ അവിടെയും ഇവിടെയൊക്കെ പോയി ഭക്ഷണം കഴിക്കാൻ നല്ലതല്ല.
സമയത്തിന് ഭക്ഷണം കഴിക്കണം, ശുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. യാത്രാക്ലേശങ്ങൾ നേരിടാം. അതുപോലെ തന്നെ ഈ കൂട്ടുകച്ചവടത്തിലൊക്കെ തോൽവിയുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പ്രവൃത്തി മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും വെക്കേണ്ട സമയമാണ്. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. അതുപോലെ ശുഭമംഗളകർമ്മങ്ങൾ അല്പം വൈകി നടക്കും എന്നാണ് പറയുന്നത്. കല്യാണങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊരു സാഹചര്യമാണ് പറയുന്നത്. വിദ്യാഭ്യാസ പ്രതിസന്ധികൾ നേരിടും. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സാധ്യതയുണ്ട്. ഉപരിപഠനങ്ങൾക്ക് ദൂരയാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ട് സമയമാണ്. വിദേശ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ട് സമയമാണ്. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ട്രാൻസ്ഫർ മറ്റു കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ എന്ത് നിയമാനുസൃതം ചെയ്തു പോകുന്നതും നന്നായിരിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഏഴരശ്ശനിയുടെ ഒരു തുടക്കം ഉള്ള കാലഘട്ടങ്ങളായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ട് ചിലവുകളും അതേപോലെ കൂടുതൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് വലിയ സംരംഭങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യുന്നത് അത് നഷ്ടത്തിലേക്ക് പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയും കരുതലും വേണം. 2 വട്ടം നമ്മൾ പരിശോധിച്ച ശേഷം മാത്രം ഒരു തീരുമാനം കൈക്കൊള്ളുക എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ജാതകങ്ങളൊക്കെ പരിശോധിക്കുക. നമ്മൾ വർഷഫലം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. മറ്റ് പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. നല്ലത് വരാനായിക്കൊണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്നതായിട്ട് വിവരങ്ങൾ. അപ്പോൾ എല്ലാ അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ 27 നക്ഷത്രക്കാർക്കും ഇത്തരം അറിവുകൾ തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ചും മറക്കരുത്. നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അത് കയറി ആവശ്യമുള്ള വീഡിയോസൊക്കെ കാണാവുന്നതാണ്. പറയുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആചരിക്കാനായിക്കൊണ്ട് ശ്രമിക്കുക. കൂടുതൽ ഈശ്വരമായിട്ട് കാര്യങ്ങളിലേക്കും ധർമ്മകാര്യങ്ങൾക്കും എല്ലാവരും കടന്നു ചെല്ലുന്നത് നല്ലതാണ്. പോസിറ്റീവ്നെസ്സോടുകൂടി നല്ലവണ്ണം മുന്നോട്ട് പോവുക. എല്ലാം ഭഗവത് സമർപ്പണമായിട്ട് ചെയ്ത് എല്ലാം വളരെ പോസിറ്റീവായിട്ട് നടക്കാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.